ട്രേഡ് മാർക്കും കോപ്പിറൈറ്റും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ ബെനിഫിറ്റും പലർക്കും ഇപ്പോഴും അറിയില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് ഞാനത് വളരെയധികം പാഷനേറ്റ് ആയിട്ട് നമ്മളൊരു കുട്ടിയെ കാണുന്ന പോലെ ഇരിക്കും നമ്മളൊരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതും അതിന്റെ ലോഗോയും പേരും ഒക്കെ നമ്മൾ കണ്ടെത്തി അതിന് ഒരു മുഖം നൽകുന്നതും അത് മറ്റൊരാൾ കോപ്പി അടിച്ചാലോ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ആക്ച്വലി ഈ കോപ്പിറൈറ്റ്സും ട്രേഡ് മാർക്കും. ഇത് രണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മളുടെ ബ്രാൻഡിന് നൽകുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ ആണ്. ട്രേഡ് മാർക്കിന് നമ്മളെ വേർഡിങ്സിനാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ്സിന് അതിന്റെ ആർട്ട് ഫോമിനാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മളെ ബ്രാൻഡ് സെറോക്കി, ഈ സെറോക്കി എന്ന പേര് വേറെ ആൾക്കും യൂസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് മാർക്ക് എടുക്കുന്നത്. എന്നാൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഫോണ്ടിന്റെ സ്റ്റൈലും ആ ലോഗോയും അതിന് വേണ്ടിയിട്ടാണ് കോപ്പിറൈറ്റ്സ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ട്രേഡ് മാർക്കിന് 10 വർഷമാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ്സിന് 30 ഇയർ ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഒപ്പോസിഷൻ വരാൻ ഒരു 80% ചാൻസ് ഉണ്ട് നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയ ലോയേഴ്സ് മാത്രം നമ്മൾ പിന്നെ അപ്രോച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ അവർ നമ്മളെ പൈസയും നമ്മളെ സമയവും കളയും. എന്നാൽ നമുക്കിത് ട്രേഡ് മാർക്ക് കിട്ടൂല. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പിന്നെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ DM ചെയ്യുക. DM ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ തരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എക്സ്പേർട്സിന്റെ നമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചിരുന്നതായിരിക്കും.